ഇഷാസ് മെമ്മറൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ പാൽക്കപ്പയാണ് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ രുചികരമായ പാൽക്കപ്പ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കപ്പ വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഈ വെള്ളം നമ്മൾ എടുക്കില്ല, ഇത് നമ്മൾ കളയുകയാണ് ചെയ്യുക. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് 2 വിസിൽ വയ്ക്കാം. ഓരോരുത്തരുടെ കപ്പയുടെ വേവ് വ്യത്യസ്തമായിരിക്കും. എൻ്റെ കപ്പയ്ക്ക് നല്ല വേവുണ്ട്, അതുകൊണ്ട് ഞാൻ 2 വിസിൽ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ സിമ്മിൽ വെച്ചു. ഈ ടൈമിൽ നമുക്കിതിന് വേണ്ട ചേരുവകൾ റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഞാൻ 3 പച്ചമുളക്, 3 വെളുത്തുള്ളി, 10 ചെറിയുള്ളി ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് ഇട്ട് അരയണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, ഇങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 2 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഉള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണ വരെ നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് വഴറ്റിയെടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതവിടെ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ പാടില്ല, ആ വെള്ളം കളഞ്ഞിട്ട് വേണം ചേർക്കാൻ. എൻ്റെ കപ്പ 2 ദിവസത്തെ പഴക്കമുള്ളതാണ്. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഇതാ കളറ് മാറിയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വെളുത്ത കളറിൽ തന്നെ നമുക്ക് ഈ പാൽക്കപ്പ കിട്ടും. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഉള്ളിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ ഈ കപ്പയിലോട്ട് നന്നായിട്ട് ഇറങ്ങണം. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത്, അതുകൊണ്ട് ഇത് പിരിഞ്ഞു പോകുമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുക. സിമ്മിൽ വേണം വെക്കാൻ. ഇനി തേങ്ങാപ്പാൽ ഇതിൽ കിടന്നൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഈ കപ്പയിലോട്ട് ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇറങ്ങും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാവും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ക്രീമി ആയിട്ടുണ്ടായിരുന്നു. ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ തേങ്ങാപ്പാലൊക്കെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.